രക്ഷയുടെ പാതയിൽ. പ്രിയപ്പെട്ട മക്കളെ, മതബോധനത്തിൻ്റെ വേദിയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷമായ ഒരാണെന്ന നിലയിൽ, ഒരു പെണ്ണെന്ന നിലയിൽ കിട്ടിയിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. എൻ്റെ ഈശോയെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഒരാണെന്ന നിലയിൽ, ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് തനതായിട്ട് ലഭിച്ചിരിക്കുന്ന എൻ്റെ ലൈംഗികതയുടെ ആ വലിയ ദാനത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. എത്ര നന്ദിയുള്ളവളാണ് ഞാൻ. എത്ര വലിയ ദാനമാണ് എന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഞാൻ തിരിച്ചറിയുന്ന എൻ്റെ ഈശോയെ, ആ ദാനത്തിന് ഒത്ത രീതിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. എൻ്റെ അമ്മേ, മാതാവേ, എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എന്തിനാണ് ഈ ലൈംഗികതയുടെ വലിയൊരു ദാനം, അല്ലെങ്കിൽ എന്നെ ഒരു ആണായിട്ട്, അല്ലെങ്കിൽ എന്നെ ഒരു പെണ്ണായിട്ട് എന്തിനാ ഈ പ്രത്യേക സവിശേഷതകളോടുകൂടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ തമ്പുരാൻ? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. തമ്പുരാൻ്റെ വലിയ ജോലിയിൽ പങ്കാളിയാവുക. എന്താണ് ആ ജോലി? സൃഷ്ടികർമ്മത്തിൽ അടുത്ത തലമുറയ്ക്ക് ജീവൻ കൊടുക്കാൻ, അങ്ങനെ ഒരു സമൂഹത്തിന് രൂപം കൊടുക്കാൻ, അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ദൈവപിതാവിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ എൻ്റെ പങ്ക് എത്ര വലിയ ദാനമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെയാണ് വിവാഹമെന്ന കൂദാശയുടെ പ്രസക്തി. ആ വിവാഹമെന്ന കൂദാശയിലൂടെ ഉണ്ടാവുന്ന രക്ഷാകരമായ ആ വിളിയുടെ പ്രസക്തി ഇവിടെയാണ്. എൻ്റെ ലൈംഗികത എന്നിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് വിവാഹമെന്ന കൂദാശയിലൂടെ അത് ഫലമണിയുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ സുഖത്തിനനുസരിച്ച്, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒന്നല്ല. ലോകം നിങ്ങളോട് പറയും, മറിച്ചു പറയും. കൂടുതൽ ശക്തമായ പ്രേരണകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഇവിടെയാണ് ക്രിസ്തീയമായ ബോധ്യത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. പ്രിയപ്പെട്ട മക്കളെ, വിവാഹം ഒരു ചടങ്ങല്ല. നമ്മളിപ്പോൾ ഒത്തിരി ആഘോഷമാക്കുന്നുണ്ടല്ലേ? സേവ് ദ ഡേറ്റ് എന്നും അല്ലേ, അത് കഴിഞ്ഞ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടും അല്ലേ, പ്രീ വെഡ്ഡിങ് ഷൂട്ടും, പിന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിലെല്ലാം ആഘോഷിക്കുക. എന്നിട്ട് ആ വിവാഹത്തിൻ്റെ ഒരു ദിവസത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും വിവാഹമെന്ന കൂദാശയുടെ ആരംഭം മാത്രമാവട്ടെ. വിവാഹമെന്ന കൂദാശയുടെ ആരംഭമേ ആവുന്നുള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ഒരു സേവ് ദ ഡേറ്റേ ആയിട്ടുള്ളൂ. ശരിക്കും അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. എവിടെയാണ് തീരുന്നത്? നിങ്ങൾക്ക് തമ്പുരാൻ തരുന്ന ആ പങ്കാളിയും, നിങ്ങളും പങ്കാളിയും രൂപം കൊടുക്കുന്ന ആ കുടുംബത്തിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളും, അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ദൈവപിതാവിങ്കിൽ എത്തുന്ന ആ ഒരു നിമിഷത്തിലാണ് ആ വിവാഹമെന്ന കൂദാശ ഫലദായകം, ഫലപ്രാപ്തിയിലെത്തേണ്ടത്. കേവലം ആഘോഷങ്ങളിൽ പരിമിതമാക്കേണ്ടതല്ല. വിവാഹം ഒരു കൂദാശയാണ്. ആ കൂദാശയിൽ നിങ്ങൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അവിടെ കാർമ്മികരായിട്ട് നിൽക്കുക. അവിടെ ഈശോയുടെ സാന്നിധ്യത്തിൽ പരസ്പരം സമർപ്പിച്ചുകൊണ്ട്. ഏത് രീതിയിൽ? എഫേസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ. അവിടെ എക്സാമ്പിൾ, ഞാനത് മുഴുവൻ വായിച്ചു തരുന്നില്ല. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം, മനസ്സിരുത്തി ഒന്ന് വായിക്കണം. 2 കാര്യങ്ങൾ അവിടെ പൗലോസ്ലീഹ എടുക്കുന്നുണ്ട്. കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതുപോലെ ആവണം. സഭയ്ക്ക് വേണ്ടി കർത്താവ് സ്വന്തം ജീവൻ കൊടുക്കുന്നു. സഭ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തോട് ഉപമിക്കുന്നത്. ഇത് വെറും ഒരു ഉടമ്പടിയല്ല, ഒരു ആഘോഷമല്ല. അതൊക്കെ പുറമേ ഉള്ള കാര്യങ്ങൾ വേണം, വേണ്ടെന്നല്ല പറയുന്നത്, വേണം.
സന്തോഷിക്കണം, ആഘോഷിക്കണം, ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് അല്ലേ? വേണം. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് യഥാർത്ഥ തനിമയെന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ട മക്കളെ. അതുപോലെ തന്നെ ഇതൊരു വേർപെടുത്താനാവാത്ത ബന്ധമാണ്. കാരണം സഭയും ഈശോയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വേർപെടുത്താനാവാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശിരസിൻ്റെ എക്സാമ്പിൾ അവിടെ പൗലോസ് എടുക്കുന്നത്. ശിരസ് വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവനില്ല. ഇത് അധികാരം സ്ഥാപിക്കുന്നതിനേക്കാൾ ഉപരി ശിരസ് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവനില്ല. ആ മെക്കാനിസത്തിന് ജീവനില്ല, കുടുംബത്തിന് ജീവനില്ല. അത് ശരീരം, അത് ഉടലാവട്ടെ തലയാവട്ടെ. തല പറയാം ഞാൻ തലയാ, ഞാൻ ഒന്നൊന്നര തലയാ എന്നും പറഞ്ഞ് ഞങ്ങൾ മാറിക്കിടന്നേക്കാന്ന് പറഞ്ഞാൽ തീർന്നു. ശരീരമില്ലാതെ തലയ്ക്ക് നിലനിൽപ്പില്ല, തലയില്ലാതെ ശരീരത്തിനും. പരസ്പര പൂരകത്വം ഇത് വേർപെടുത്താനാവും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19:6 ഈശോ പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതെ. ദൈവം യോജിപ്പിച്ചത് ആ വിവാഹത്തിൽ സ്ത്രീയും പുരുഷനെയും. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു ഉടമ്പടിയായത്. സഭ ആധുനിക ലോകത്തിൽ എന്ന വത്തിക്കാൻ കൗൺസിൽ ഡിക്രി പറയുന്നു, സ്രഷ്ടാവ് സ്ഥാപിച്ചത് അവിടുത്തെ നിയമത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരൈക്യം അലംഘനീയമാണ്. വ്യക്തിപരമായ സമ്മതത്താൽ അഥവാ ഉടമ്പടിയാൽ സ്ഥിരീകൃതമാണ്. ഓരോ വ്യക്തിയും പൂർണ്ണബോധ്യത്തോടെ, മറ്റൊരു ഫോഴ്സ് വാല്യൂ ചെയ്യേണ്ടതല്ല, പൂർണ്ണബോധ്യത്തോടെ ചെയ്യേണ്ടതാണ്, തിരിച്ചറിവോടുകൂടി ചെയ്യേണ്ടതാണ് പ്രിയപ്പെട്ട മക്കളെ. അങ്ങനെ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. അങ്ങനെ എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സ്നേഹത്തിലും സൃഷ്ടികർമ്മത്തിലും പങ്കാളിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മഹനീയ ഒരു കർമ്മത്തിലേക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒത്തിരി വിവാഹമെന്ന ഈ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വേണ്ട, അപ്രസക്തമാണെന്ന് വാദിക്കുന്ന വലിയൊരു ഒരു ഒരു അഭിപ്രായ കൂട്ടം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. കാരണം ഏറ്റവും എളുപ്പം ലിവിങ് ടുഗെദർ, ഒരുമിച്ച് വരിക അല്ലേ? നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളെ കിട്ടുന്ന മൂവികളിൽ വലിയ വിഷയങ്ങളായിട്ട് വരുന്നതാണ്. രണ്ട് പേര് ഒരുമിച്ച് വരുന്നു, കുറച്ചാൾ ജീവിക്കുന്നു, ടാറ്റ പറഞ്ഞ് പോകുന്നു, പിന്നെ വേറെ ബാധ്യതകളൊന്നും വേണ്ട, വാലറ്റങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേണ്ട, കുഞ്ഞുങ്ങൾ ശല്യങ്ങൾ അല്ലേ? അല്ല പ്രിയപ്പെട്ട മക്കളെ, ദൈവം തമ്പുരാൻ്റെ ആ വലിയൊരു ദൗത്യത്തിലേക്കാണ് നമ്മൾ ചേരുന്നത്. അതാ ഒരു ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത്. ക്രൈസ്തവ കുടുംബം ഡിസോൾവ് ചെയ്യപ്പെടാനുള്ളതല്ല. അല്ല, സഭ ഒരിക്കലും കർത്താവിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നില്ല. കർത്താവ് വിഷമിച്ച ഒരിക്കലും സഭയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നില്ല. ഇവിടെ ഒത്തിരി ഭീഷണി നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ അതിൻ്റെ തനിമ ഇന്ന് നേരിടുന്നുണ്ട്. അവിടെ വലിയൊരു സാക്ഷ്യമായിട്ട് നിൽക്കേണ്ടവരാ നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ട മക്കളെ. പക്ഷെ അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. കേവലം നമ്മുടെ സുഖത്തിന് വേണ്ടി അപരനെ, എൻ്റെ ഭാര്യയോ ഭർത്താവിനെ ഉപയോഗിച്ച് അത് തീരുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ വിട്ടുപോവുക അല്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഓർത്തോണം. നമ്മളൊക്കെ പറയാറുണ്ട് പെർഫെക്റ്റ് കപ്പിൾസ് എന്നുള്ളത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് കപ്പിൾസ് ഇല്ല. കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള രണ്ടുപേരെ ഒരുമിച്ച് വരുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഈ തലമുറയിൽ, നിങ്ങളുടെ ഈ പ്രായത്തിൽ അല്ലേ, കൂട്ടുകെട്ടുകളെക്കുറിച്ച് അതും കൂടി ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നമ്മൾ ലൈനിൽ നിന്നൊക്കെ വിളിച്ച് ഓമനപ്പേരിട്ട് വിളിക്കുന്ന, ഞാനിത് പറയുമ്പോൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള കൂട്ടുകെട്ടുകളെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം. അതിനാണെന്നോ പെണ്ണെന്നോ ഉള്ള ബൗണ്ടറികൾ ഉണ്ടാവരുത്. പക്ഷേ ചില ബൗണ്ടറികൾ ഉണ്ടായിരിക്കണം. എവിടെ വരെ നീന്തണം, അത് ക്രിസ്തീയമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം പ്രിയപ്പെട്ട മക്കളെ. ഞാനൊരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നിങ്ങളുടെ പ്രായത്തിലുള്ള മിടുക്കലല്ലേ, ഒരു നല്ലൊരു മിടുക്കൻ ചാടി എഴുന്നേറ്റ് ഒരു കുരുത്തക്കെട്ട ചോദ്യം ചോദിച്ചു, സാറേ ഈ ലൈൻ അടിക്കുന്നതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ലൈൻ അടിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു. നീ ഇങ്ങനെ ചിന്തിക്കുക, നിനക്ക് നിൻ്റെ അടുത്തുള്ള ടൗൺ വരെ ഒന്ന് പോകണം. ഓക്കെ, നിൻ്റെ ബസ് വരാനായിട്ട് ഇനി അരമണിക്കൂറുണ്ട്. നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേനും ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നീ പോയാൽ മതി. എന്നാലും നിനക്ക് അവിടെ കൃത്യമായിട്ട് നിനക്ക് നേരത്തെ തന്നെ എത്താൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് അതിലേക്കൂടെ നമ്മുടെ പഴയ ഒരു KSRTC ബസ് അതിലേക്കൂടെ വന്നു. പഴയൊരു KSRTC ബസ് ഓടി വന്നു. ഈ പഴയ KSRTC ബസ് ചടാക്ക് ബസ് കയറി വന്നു. നിങ്ങൾ കയറി അങ്ങ് ചാടി കയറി അങ്ങ് ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേനുമാണ് പെട്ടെന്ന് നമ്മുടെ പുതിയൊരു KSRTC ബസ് നിങ്ങളെ പാസ് ചെയ്ത് പോകുന്നു. അപ്പം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ആ ബസ്സേ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, കയറിപ്പോയില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വിഷമത്തെ കുറച്ചുകൂടെ ഗൗരവതരമാക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് കടന്നു പോകുന്നു. അതായിരുന്നു നമ്മളിങ്ങനെ നോക്കുക, ഇത്ര കയറണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല, കയറിപ്പോയില്ലേ? പെട്ടെന്ന് നമ്മുടെ ഇപ്പോഴത്താണെങ്കിൽ വോൾവോയും AC ബസ്സും ലോഫോറും എല്ലാം വരുന്നു, നമ്മൾ കയറിപ്പോയില്ലേ? എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ മക്കളെന്ന് ചോദിച്ചു.
കാര്യം മനസ്സിലായോ? വെയിറ്റ് ചെയ്യുക, ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇവൻ എന്നോട്, നിങ്ങളുടെ പ്രായമല്ലേ, തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, നല്ല മിടുക്കനാ. അവൻ ചോദിച്ചു, സാറേ ഞാൻ ഫുൾ ടൈം നോക്കി നിന്നിട്ടും AC വോൾവോ ബസ് ഒന്നും വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, നിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്നിട്ടും വന്നില്ലെങ്കിൽ എന്നാ ചെയ്യണം? വരുന്ന ഒരു നല്ല പിന്നെ കിട്ടുന്ന ആ ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റ് തന്നെ പിടിക്കുക. സൈഡ് സീറ്റിനെ പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് കരുതുക, ഇതെൻ്റെ AC വോൾവോ ബസ്സാണെന്ന് വെച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. പ്രിയപ്പെട്ട മക്കളെ, ബന്ധങ്ങളിൽ പോയി ബന്ധനങ്ങളാവരുത്. വീണ്ടും ഞാൻ പറയുന്നു, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം, നല്ല കൂട്ടുകെട്ടുകൾ. അത് ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ലൈംഗിക വളർച്ചയ്ക്ക് തന്നെ, ലൈംഗികത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം മക്കളെ. കേവലം സുഖത്തിന് വേണ്ടി നമ്മളൊരാളെ ഉപയോഗിച്ച് നമ്മൾ കടന്നു പോകുന്ന ഒരു രീതിയിൽ ആവരുത് പ്രിയപ്പെട്ട മക്കളെ. ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട, അപ്പം ഈ വിവാഹമെന്ന് പറയുന്ന ഒരു ദൈവവിളിയാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വന്നേക്കാം, അപ്പം നമ്മുടെ വൈദികരും സന്യസ്തരും ഒക്കെയോ, അവർ വിവാഹം കഴിക്കുന്നില്ലെങ്കിലോ? അല്ലേ? അപ്പം ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വിരുദ്ധമല്ലേ? അതോടൊപ്പം തന്നെ ഒത്തിരി പുതിയ മനഃശാസ്ത്രജ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ ലൈംഗിക തൃഷ്ണ, ആഗ്രഹം എന്ന് പറയുന്നത് എന്താ വലിയ സംഭവമാണ്, അതില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല, അസ്വാഭാവികമാണ്, നാച്ചുറൽ അല്ല എന്നെല്ലാം പറഞ്ഞ്. ഇത് നമുക്ക് വിശപ്പൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ ഉള്ളൊരു വികാരമായിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, നമ്മളെപ്പോഴും വിശപ്പ് നമുക്ക് തോന്നുമ്പോൾ ഉടൻ തന്നെ പോയി നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുകയാണ്? അല്ലല്ലോ, അല്ല. നമുക്ക് നോ പറയാനായിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടെ തമ്പുരാൻ തന്നിട്ടുണ്ട്, തിരിച്ചറിവ്, വിവേകം. അതോടൊപ്പം തന്നെ നമ്മുടെ വൈദികരെയും സന്യസ്തരുടെയും ആ ബ്രഹ്മചര്യത്തെ ആ ലൈംഗികതയുടെ ആ ഉപയോഗം, നമ്മൾ പറയാം, ഒരു കുടുംബത്തിൽ സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുന്ന ആ ഉപയോഗത്തെ, അതിനോട് അവർ നോ പറയുകയല്ല, നിഷേധിക്കുകയല്ല അവർ ചെയ്യുന്നത്. അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അത് തമ്പുരാന് സമർപ്പിക്കുക. അങ്ങനെയുള്ള ബ്രഹ്മചര്യ ജീവിതമെന്ന് പറയുന്നത് ലൈംഗികതയുടെ ഏറ്റവും ഉദാത്തമായൊരു ഭാവമാണ്. ഇപ്പം ഞാൻ ഒരു കുടുംബത്തിൻ്റെ അപ്പനാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്നേഹം വളരെ പരിമിതമാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കുക, കുറച്ച് സ്വാർത്ഥതയിലേക്ക് കൂടെ പോവുക. നേരെ തിരിച്ച് നമ്മുടെ വൈദികരും സന്യസ്തരും ഒക്കെ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ ജീവിതം ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ വേണ്ടി ചാനലൈസ് ചെയ്യാതെ, ലിമിറ്റ് ചെയ്യാതെ, സഭ മാത്രമല്ല ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും തങ്ങളുടെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചു കൊടുക്കുന്ന ആ വലിയ ഒരു ജീവിതവേദിയ ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത്. ഇത് അവരുടെ യോഗ്യതയാൽ കിട്ടുന്നതല്ല, മറിച്ച് തമ്പുരാൻ്റെ കൃപയാൽ. മത്തായി 19:11 പറയുന്നു, അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു ജീവിതത്തിലേക്ക് വരാൻ തമ്പുരാൻ്റെ കൃപ വേണം. എളുപ്പമല്ല പ്രിയപ്പെട്ട മക്കളെ. ഇത് ലൈംഗികതയുടെ ഉദാത്തമായ ഭാവമാണ്. 1 Corinthians 7:34-35 വാക്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ പരിശുദ്ധ ബൈബിൾ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 1 Corinthians 7:34-35. എന്തുകൊണ്ടാണ് വൈദികരോടും സന്യസ്തരോടും ഇതൊരു നിയമമായിട്ട് പറഞ്ഞതല്ല, ഈ ഒരു ജീവിതത്തിൽ ഇതാണ് നല്ലതെന്ന് പൗലോസ്ലീഹ പറയുക, ജീവിതം സമർപ്പിക്കുക. കാരണം അങ്ങനെ അവർ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുക, സ്നേഹത്തിനും സേവനത്തിനുമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുക. വിഭജിക്കാത്ത ഹൃദയത്തോടെ ദൈവത്തിന് സ്വന്തമായിട്ട് തീരുന്നവരാണ് നമ്മുടെ വൈദികരും സന്യസ്തരും. പ്രിയപ്പെട്ട മക്കളെ, ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ ഒരു സന്യാസിനിയുടെയോ കുറവുകളെയും വീഴ്ചകളെയും പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് വൈദികരെയും സന്യസ്തരെയും മുഴുവൻ താറടിക്കുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയാ നാം പൂർണ്ണബോധ്യത്തോടുകൂടി നിൽക്കേണ്ടത്. അവരെടുക്കുന്ന ആ വലിയ ഒരു ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണബോധ്യമുണ്ടാകാം. അവർ ലൈംഗികതയെ അവർ നിഷേധിക്കുകയല്ല, അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ലൈംഗികതയുടെ വലിയ ദാനത്തെ തമ്പുരാൻ്റെ സേവനത്തിനു വേണ്ടി, തമ്പുരാന് വേണ്ടി, സമസ്ത ജനതയുടെയും സേവനത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറ്റൊന്നിനും വേണ്ടി വിഭജിച്ചു കൊടുക്കാതെ അവർ സമർപ്പിക്കുന്നവരാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ. ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളിന്നും ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഈ വൈദിക ജീവിതത്തിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കും കടക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർക്കുക, തമ്പുരാൻ്റെ കൃപയില്ലാതെ ആ ഒരു ജീവിതത്തിൽ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല മക്കളെ. പ്രാർത്ഥനയോടെ മനുഷ്യരാവണം നിങ്ങളിൽ. അങ്ങനെ ജീവിതത്തിലേക്ക് പോകുന്നവർ, നിങ്ങൾ കൂടുതൽ പേരും കുടുംബജീവിതത്തിലേക്ക് പോകുന്നവരാ. പ്രിയപ്പെട്ട മക്കളെ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വല്യമ്മച്ചിമാർ മക്കളോട് പറയുമായിരുന്നു,
പെമ്മക്കളോടൊക്കെ പറയുമായിരുന്നു, എടീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ. അതുപോലെ ആണുങ്ങളോടും പറയും, നീ പ്രാർത്ഥിച്ചോ നല്ലൊരു പെങ്കൊച്ചിനെ ഭാര്യയായിട്ട് കിട്ടാൻ. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ പങ്കാളിയായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നവർ, നിങ്ങളുടെ പങ്കാളിയായിട്ട് വരുന്ന നല്ല പൂർണ്ണ വിശുദ്ധിയിൽ ഒരു പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ പങ്കാളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാൻ്റെ കയ്യിൽ മുഖമൊന്നും കാണാതെ, മുഖമില്ലായിരിക്കാം, പക്ഷേ പങ്കാളിയെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ. അതുപോലെ തന്നെ നിങ്ങളെ പൂർണ്ണ വിശുദ്ധിയിൽ, ലൈംഗിക വിശുദ്ധിയിൽ സമർപ്പിക്കാനായിട്ട്, ലൈംഗിക വൈകൃതങ്ങളിലേക്കോ മറ്റ് തെറ്റായ ലൈംഗിക സ്വഭാവ രീതികളിലേക്കോ സ്വയംഭോഗവും അല്ലെങ്കിൽ മറ്റ് വിവാഹത്തിലെത്തുന്നതിന് മുമ്പുള്ള ഇതര ബന്ധങ്ങളിലേക്കൊന്നും പോവാതെ പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നു ലൈംഗികത എന്ന ആ മഹാദാനം വിവാഹത്തിൻ്റെ വേദിയിൽ അല്ലെങ്കിൽ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ വേദിയിൽ ചിലവഴിക്കാനും ജീവിച്ചു തീർക്കാനുമുള്ളതാണെന്ന് ഞാനെന്ന് പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുക എൻ്റെ ഈശോയെ. പക്ഷേ ആ ഒരു ജീവിതത്തിൽ മുന്നേറുക എളുപ്പമല്ല. അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഒത്തിരി ശക്തികൾ എൻ്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവിടെ പൂർണ്ണ ലൈംഗിക വിശുദ്ധിയോടുകൂടി കുടുംബജീവിതത്തിലേക്കായാലും പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ ആയാലും പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എൻ്റെ ഈശോയെ. പരിശുദ്ധ അമ്മേ, എല്ലാ വിശുദ്ധിയോടും കൂടി ദൈവപിതാവിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവളല്ലേ അമ്മ, ആ പൂർണ്ണ വിശുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുന്നേറാൻ എന്നെ സഹായിക്കണേ അമ്മേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.